Hi, in this lecture we are going to discuss about console input-output operations. So, ഒരു പ്രോഗ്രാമിംഗിൽ IO ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് അതേപോലെ അതിൻ്റെ ഡിസ്പ്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രോഗ്രാമിംഗിൽ IO ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, നമുക്കൊരു ഫയൽ ഇൻപുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ഒരു ഫയലിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റാസ് ഫയലിൽ നിന്നും റീഡ് ചെയ്യാൻ പറ്റും, അതേപോലെ ഡാറ്റാസ് ഫയലിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. IO ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ നമുക്ക് എങ്ങനെ ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യാനും കീബോർഡിൽ നിന്ന് എങ്ങനെ ഡാറ്റാസ് റീഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ കൺസോൾ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് കൺസോൾ ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് നമ്മളുടെ Codeblocks IDE ആണ്. C++ Fortran IDE ആണ് Codeblocks എന്ന് പറയുന്നത്. ഈ ഒരു IDE നിങ്ങൾക്ക് codeblocks.org എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീ IDE ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഒരു IDE ആയിരിക്കും നമ്മളുടെ എൻ്റെ സീരീസിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡൗൺലോഡ് ദിസ് IDE ഫ്രം ദെയർ വെബ്സൈറ്റ് ആൻഡ് ഫോളോ അലോങ് വിത്ത് ദി CProgramming കോഴ്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ന്യൂ പ്രൊജക്റ്റ്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സീ ലിങ്ക് ഇസ് ദർ. സോ യു ക്യാൻ ക്ലിക്ക് ഇറ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ കൺസോൾ ആപ്ലിക്കേഷൻ. സോ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ കീബോർഡ് അതുപോലെ മോണിറ്റർ ആണ് നമ്മളിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സെലക്ട് ദിസ്, ദെൻ യു ക്യാൻ സെലക്ട് C. സോ ദെൻ യു മേ ഗിവ് എ നെയിം ഫോർ ഇറ്റ്. console IO operations. So console IO operations, you can give it a name. Next, so debug. ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ഡിഫോൾട്ട് പ്രോഗ്രാമാണ് ഈ കാണുന്നത്, ഇൻറ്റ് മെയിൻ printf hello world എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് stdio.h stdlib.h എന്ന് പറയുന്ന രണ്ട് ഹെഡർ ഫയൽ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കൺ കാണാം. ആ ബിൽഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൽ ആവുന്നതാണ്. സോ when you build it, here you can see 0 errors, 0 warning, right? In this window you can see 0 errors, 0 warning. So compilation successfully ആയിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്നും മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. സോ ബിൽഡിംഗ് എന്നുള്ളതാണ് നമ്മളുടെ കമ്പൈലേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ then you have to click this run button. ബിൽഡിൽ പോയാലും റൺ ബട്ടൺ ഉണ്ട്. സോ you can click it from here. So compile and run ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. ഓക്കെ, so click it, then you can see here we have the output hello world എന്ന് പറയുന്ന ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡിഫോൾട്ട് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ പ്രിന്റ്എഫിൻ്റെ ഒരു യൂസേജ് തന്നെയാണ് ഇവിടെ കാണുന്നത്. പ്രിന്റ്എഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ്എഫ് എന്ന് എഴുതി അതിനുശേഷം ഹലോ വേൾഡ് എന്നുള്ളത് കൊട്ടേഷൻ മാർക്കിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ കോട്ട്സിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് കൊടുക്കുന്നത്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പ്രോഗ്രാം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചെയ്യുന്നത് ഇൻറ്റ് കറണ്ട് ഡേറ്റ് ഈ രീതിയിലാണ്. നമ്മൾ ക്യാമൽ കേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേരിയബിൾ നെയിം നോക്കുക. ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്, ദെൻ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറണ്ട് ഡേറ്റ് ഈസ് ഈക്വൽ ടു 29 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മളതിന് വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. 29 എന്ന് പറഞ്ഞിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രിന്റ്എഫിന് പകരം ഞാൻ നമ്മുടെ പ്രിന്റ്എഫ് എഴുതാൻ പോവാണ്. സോ printf then parenthesis, inside parenthesisൽ today's date is equal to
നമുക്ക് നമ്മളുടെ ഡേറ്റ് വേരിയബിൾ ആണ്, അപ്പോൾ നമ്മളിവിടെ ഡെസിമൽ വാല്യൂ ആണ്, അതായത് ഇൻറ്റിജർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിനുശേഷം ഇതാണ് നമ്മളുടെ വേരിയബിൾ, നമ്മളുടെ പ്രിന്റ് ചെയ്യുന്നതിൽ വേരിയബിൾ. ഇതിന്റെ വാല്യൂ നമ്മൾ എവിടുന്ന കിട്ടുന്നത്, കറണ്ട് ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ റൺ ടൈമിൽ ഈ %d പകരം ഈ കറണ്ട് ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ ഏതാണോ വാല്യൂ വരുന്നത്, അതായത് 29, അതാണ് പ്രിന്റ് ആവുന്നത്. ഓക്കെ, സോ end this statement with a semicolon. Then build this. Here you can see 0 errors, 0 warnings. Okay, then run this. So here now you can see today's date is equal to 29. Okay, close this. If you change this to 18, build and run. Now you can see date is equal to 18. Oh, ഇതാണ് നമ്മളുടെ കൺസോൾ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് %d ഇട്ടിട്ടുള്ളത്. നമുക്ക് ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 3.14 ആണ്, 3.14 ആണ് പൈയുടെ വാല്യൂ. സോ വി ക്യാൻ എഡിറ്റ് ദിസ് ടു printf, then value of pi is equal to %f. ഫ്ലോട്ട് ആയതുകൊണ്ട് %f എവിടുന്നാണ് നമ്മളുടെ വാല്യൂ വരുന്നത്, പൈ എന്ന് പറയുന്ന വേരിയബിൾ നിന്നാണ്. end with semicolon. Now build this. You can see 0 error, 0 warnings. If you run this, you can see 3.140000, right? Now ഇവിടെ നമ്മൾ %d ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. സോ ഇവിടെ വാർണിംഗ് വന്നു, ഫോർമാറ്റ് %d എന്ന് പറഞ്ഞിട്ടാണ് എന്നുള്ളത് പറഞ്ഞു. സോ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗാർബേജ് വാല്യൂ ആണ് കിട്ടുന്നത്. കറക്റ്റായ രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല, റൈറ്റ്? സോ %f ആണ് നമുക്കിവിടെ വേണ്ടത്. ഇതിന് നമുക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ ഇതാ %f ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം 3.14 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്, നമുക്ക് ഇൻറ്റിജർ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഇങ്ങനെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. സോ 000, റൈറ്റ്? ഒരു ഡിഫോൾട്ട് ഫ്ലോട്ട് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് d ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Now you got 3 മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇൻറ്റ് പൈ 3 ഡെസിമൽ വാല്യൂ ഒമിറ്റ് ചെയ്തു, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് 3.14 ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ the data type should be float and here the representation should be %f. Okay, now we got 3.14. okay, ഇനി ഇത് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാരക്ടർ ആണെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ, ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് ഈക്വൽ ടു എ ആണ് നമ്മളുടെ ഫസ്റ്റ് ആൽഫബറ്റ്. ദെൻ നമുക്കൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. printf first alphabet is equal to, നമുക്ക് ഏത് രീതിയിൽ എഴുതാം, equal to %c, right? then first alphabet, നമുക്ക് ആ വാല്യൂ വരുന്നത് ഫസ്റ്റ് ആൽഫബറ്റ് എന്നാണ്, ഫസ്റ്റ് ആൽഫബറ്റ്. ഓക്കെ, then end with the semicolon. ഈ ഒരു ലൈന് നമുക്ക് കമന്റ് ചെയ്യാം, ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും കമന്റ് ചെയ്യാം, ഇതും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Now build this 0 error, 0 warning, you can see. Then run this. Now you can see first alphabet is equal to a, right? Character ആണ് നമ്മളുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഒരു ക്യാരക്ടറിനെ നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് എഴുതുന്നത്. സോ ദാറ്റ് ഈസ് എ. സോ ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് ഈക്വൽ ടു %t, ഇതാണ് നമ്മളുടെ വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ എന്താണോ ഫസ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്ന
വേരിയബിളിൽ കൊടുത്തിട്ടുള്ളത് അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നത് പ്രിന്റ് ചെയ്യുന്ന ടൈമിൽ. സോ നമുക്ക് ലാസ്റ്റ് ആൽഫബറ്റ് നോക്കാം. ലാസ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്നത് Z ആണ്. സോ വി ക്യാൻ എഡിറ്റ് ഹിയർ Z. Then now we need to change this variable name. Okay, last alphabet. Okay, now if you compile this and run this, you can see last alphabet. Okay, first alphabet തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. So should be edited to last alphabet. So our program working ആണ്. Last alphabet is equal to Z. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രിന്റ്എഫിനെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കാൻഎഫിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പ്രിന്റ്എഫ് യൂസ് ചെയ്തിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രോഗ്രാമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എൻ്റർ എ നമ്പർ എന്ന് നമ്മൾ യൂസറോട് പ്രോംപ്റ്റ് ചെയ്യണം. ഓക്കെ, എൻ്റർ എ നമ്പർ എന്ന് യൂസറോട് പ്രോംപ്റ്റ് ചെയ്യാണ്. അപ്പോൾ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പറിനെ നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു വേരിയബിൾ വേണം നമുക്ക്. സോ ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിളിലേക്കാണ് ഞാൻ നമ്പറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് %d ആൻഡ് നം ഈ രീതിയിൽ. ഓക്കെ, നൗ printf നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. entered number is equal to %d. നമ്പർ എവിടെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്, നം എന്ന് പറയുന്ന വേരിയബിളിലാണ്. സോ അത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ കമ്പൈൽ ദിസ്, 0 error 0 warning. So if you run this, you can see we have our console here. എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളുടെ ഈ പ്രിന്റ്എഫ് എൻ്റർ എ നമ്പർ എന്നുള്ളതാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സംതിങ് ലൈക്ക് 27 എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ എന്ന കീ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ വാല്യൂ സ്കാൻഎഫിൽ സ്കാൻ ചെയ്ത് നമ്മളുടെ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുന്നതോടുകൂടെ ഈ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മളുടെ 27 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. അതിനെ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പ്രിന്റ്എഫ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആംപർസെന്റ് എന്ന് പറയുന്ന ആൻഡ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആംപർസെന്റ് നം എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ആണ് നമ്മൾ ആംപർസെന്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ 27 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഈ ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ ലൊക്കേഷൻ, അഡ്രസ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു 27 എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മളിവിടെ %d എന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, നൗ എൻ്റർ. നൗ യു ക്യാൻ സി നമ്മൾ സ്കാൻ ചെയ്തു. അതിനുശേഷം ഈ ലൈനാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. entered number is equal to 27. entered number is equal to 27. %d എന്ന് പറയുന്നത് വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇന്റിജർ വാല്യൂ ആണ്. സോ %d ആണ്. സോ ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ പ്രിന്റ് ആവുന്നത്. ഇത്രയാണ് നമുക്ക് സ്കാൻഎഫിൽ നമ്മൾ ചെയ്യുന്നത്. സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി എൻ്റർ എ ക്യാരക്ടർ, നമ്മളൊരു ക്യാരക്ടർ നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ എ ക്യാരക്ടർ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ %c എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. my char നമുക്ക് entered char equal to %c my char. Now here you have to change it to char. Now 0 error 0 warning. Run this, enter a character. ഈ ലൈനാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്, 8th ലൈൻ. നോ ക്യാരക്ടർ ഞാൻ ഇവിടെ R എന്ന് പ്രിന്റ് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാണ്. ദെൻ എൻ്റർ അടിക്കുന്നതോടുകൂടെ നമുക്ക് entered char is equal to R എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ലൈൻ ബ്രേക്ക് ക്യാരക്ടർ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ലൈൻ ബ്രേക്ക് ക്യാരക്ടർ /n യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഒരു ലൈൻ ഗ്യാപ്പ് വരും. അതേപോലെ ലാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഒരു ലൈന് ഗ്യാപ്പ് വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. build this, no error, no warning. So print this. Now you can write like a something like a. Then you can see ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് റീസൺ ഈ സ്ലാഷ് ഇൻ എന്ന് പറയുന്നതാണ്. ഈ ഒരു ഗ്യാപ്പിന് റീസൺ ഈ സ്ലാഷ് ഇൻ എന്ന് പറയുന്ന ന്യൂ ലൈൻ ക്യാരക്ടറാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ കൺസോൾ ഓപ്പറേഷനിൽ printf scanfനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ട് നമ്മൾ വരുന്ന സെഷനുകളിൽ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നതാണ്. I hope this session will be helpful for you. Comment your doubts, share with your friends, subscribe, stay connected. See you in the next lecture. Thank you.